അധ്യായം 1 മുതലുള്ള വാക്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എന്താണ് അതിൻ്റെ ഹെഡിങ് നോക്കിക്കേ. ഇനി ഞാൻ ശ്രദ്ധിച്ച് വായിക്കാൻ പോവാണ്. ആർക്കും വേണ്ടാത്തൊരു ചങ്ങായിയാണ്. പക്ക ഭ്രാന്തൻ, പക്ക സൈക്കോ. നമ്മൾ പറയില്ലേ ഇയാൾ പക്ക സൈക്കോയാണെന്ന്. പക്ക ഭ്രാന്തൻ, സ്റ്റാൻഡേർഡ് ഒരുത്തനല്ല. എവിടെയോ കല്യാണമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കേണ്ട ഒരുത്തനാണ്. പക്ഷെ ആകെ തകർന്നു പോയ ഒരു ചങ്ങായിയാണ്. ഒന്ന് വായിക്കുകയാണ്, നമുക്ക് ഒരുമിച്ച് വായിക്കാം. വായിക്കോ. അവർ കടലിൻ്റെ മറുകരയിൽ. അവർ കടലിൻ്റെ, കടലെന്നൊരു വാക്കുണ്ടോ അതിനകത്ത്? നോക്കിക്കേ, കടല്. ആ കടലിനെ കുറിച്ച് പറയാം, മറക്കരുത് ആ വാക്ക്. കടലിൻ്റെ മറുകരയിൽ, മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് അവിടെ എത്തി. അടുത്തത്, അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ. വഞ്ചിയിൽ നിന്ന്, അപ്പോൾ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ആ വ്യക്തിയെ കണ്ടു എന്ന് പറയുന്നത് പോലെ വള്ളത്തിൽ കയറിയിട്ട് കൃത്യം ഒരു പോയിന്റിൽ നിർത്തി കാലെടുത്ത് വെച്ച് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. എവിടെയാ ഈ പുള്ളി? ആരാ ഈ ശവകുടീരം എന്ന് പറയുമ്പോൾ നമ്മുടെ വാക്കിൽ പറഞ്ഞാൽ സിമിത്തേരിയാണ്. മനുഷ്യരെ മരണശേഷം പെട്ടിക്കകത്താക്കി പ്രാർത്ഥന ചൊല്ലി അടച്ച് അടക്കുന്ന സ്ഥലമാണ് എന്ത്? സിമിത്തേരി. ജീവിച്ചിരിക്കുന്ന ആരും അവിടെ അന്തി ഉറങ്ങാറില്ല. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചാൽ പോലും സങ്കടമുണ്ട്, വിഷമമുണ്ട്, സത്യമാ. പക്ഷേ നിങ്ങൾ പറയുമോ, എൻ്റെ പ്രിയപ്പെട്ട ആൾ മരിച്ചു, അതുകൊണ്ട് നിങ്ങളൊക്കെ വീട്ടിലോട്ട് പോക്കോ, ഞാനൊരു 3 ദിവസത്തേക്ക് ഒരു ഷെഡ് കെട്ടി ഈ സിമിത്തേരി തന്നെ കൂടുവാണ്? ഇല്ല. നിങ്ങൾ എത്രയാന്ന് പറഞ്ഞാലും ആ സ്ലാവിട്ട് മൂടിക്കഴിയുമ്പം പതുക്കെ എങ്ങോട്ട് പോവുള്ളൂ? അവിടെ കിടക്കത്തില്ല. എത്രയോ പ്രിയപ്പെട്ടവർ മരിച്ചു, കാമുകൻ മരിച്ചു, കാമുകി മരിച്ചു, പലരും ഭയങ്കര സ്നേഹമാ സംഭവം എന്ന് പറഞ്ഞവരൊക്കെ മരിച്ചിട്ടുണ്ട്. ആരും സിമിത്തേരി കിടക്കാൻ പോയിട്ടില്ല. ആൾക്കാർ പതുക്കെ വീട്ടിലേക്ക് ചുവട് വെച്ച് ജീവനുള്ളവരെല്ലാം പോകും. ഈ പുള്ളി എവിടെയാ കിടന്നത്? സിമിത്തേരിയിൽ. എവിടുന്നാ വന്നേ നോക്കിക്കേ. ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നു. അപ്പം ഈ മനുഷ്യൻ മരിച്ചവരെ അടക്കം ചെയ്യുന്ന സ്ഥലമാണെന്ത്? ശവകുടീരം. ഈ പുള്ളിക്ക് എന്താ അവിടെ ഇത്ര കാര്യം? ഇദ്ദേഹത്തിൻ്റെ ശരീരം മരിച്ചിട്ടില്ല, പക്ഷെ മനസ്സ് മരിച്ചതാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. അവിടുന്ന് ഇറങ്ങി വന്നു. അടുത്ത വാക്യം ഒന്ന് വായിക്കാം, നമുക്കെല്ലാവർക്കും ചേർന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കാം. അവിടെ താമസിച്ചിരുന്ന എന്ന് എഴുതിയിട്ടുണ്ട്, ഉണ്ടോ? അപ്പോൾ പുള്ളി അവിടെയാണ് താമസിക്കുന്നത്. നമ്മൾ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല ശവകുടീരത്തിൽ താമസിക്കുന്ന ആൾക്കാരെ. ഒരു മനുഷ്യനും അതിനകത്ത് താമസിക്കത്തില്ല. പോകും, വരും, പൂവക്കും, പ്രാർത്ഥിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും, താമസിക്കത്തില്ല. ഈ മനുഷ്യൻ താമസിച്ചിരുന്നത് ശവകുടീരങ്ങൾക്കിടയിലാണ്. അവിടെ താമസിച്ചിരുന്ന ഒരാൾ ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ലേ? നോക്കൂ, ഒരു ഭ്രാന്തൻ കണ്ടാൽ ആളുകൾ ഓടും. വെറുതെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവനെ കൊണ്ട് ആരെങ്കിലും കല്യാണം കഴിപ്പിക്കുമോ? ഇല്ല. ഇവനെ ഇനി നാം പാവമല്ലേ, കല്യാണം കഴിച്ചാൽ ആൾ ശരിയാകും, നമുക്കെന്നാൽ അവനൊരു നല്ലൊരു ആലോചന കൊണ്ടുവരാം, വെറുതെ പോലും ആരും പറയല. അവനെ എഴുതി തള്ളിയ ഇവനെ അന്വേഷിച്ച് ആര് വന്നു? ചിറ്റപ്പനാണോ വന്നേ? ഇവർക്ക് പിന്നെ പെങ്ങന്മാർ കാണും, അപ്പന്മാരുടെ കുടുംബക്കാർ കാണും, അമ്മ വീട്ടുകാർ കാണും, അവരൊക്കെ ഉണ്ടെങ്കിലും ആരും വന്നിട്ടില്ല, ആരും അന്വേഷിച്ച് വന്നിട്ടില്ല. ഇപ്പം ആര് വന്നു? ഇതാണ് നമ്മുടെ ദൈവം കേട്ടോ. ഈ സിമിത്തേരി കിടന്നവനെ അന്വേഷിച്ച് വന്ന അതേ ദൈവമാണ് എൻ്റെയും ഈ ഇരിക്കുന്ന നിങ്ങളുടെയും ദൈവം. മറക്കരുത്. ആമേൻ. ചിലർ പറയില്ലേ, എടാ നിന്നെ ദൈവം തള്ളിന്ന്. അത് വെറുതെ പൊട്ടവാക്ക് പറയുന്നതാ. ദൈവം ആരെയും തള്ളിക്കളയില്ല. സിമിത്തേരി കിടക്കുന്ന ഇവനെ പോലും അന്വേഷിച്ച് കടൽ കടന്ന് ആര് വന്നു? യേശു വന്നു. മറക്കരുത്, ഇതാണ് എൻ്റെ ദൈവത്തിൻ്റെ ക്യാരക്ടർ. എന്നെ അന്വേഷിച്ചിറങ്ങുന്നൊരു ദൈവമുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, സിമിത്തേരി കിടക്കുന്ന ആളാണ്. കൈ കാലുകളിൽ ചെങ്ങലക്കിട്ടിരിക്കുന്ന ഒരാളാണ്. ചെങ്ങലക്കിട്ട് ശരീരത്തിൻ്റെ പല ഭാഗത്തും പൊട്ടി പഴുത്തിരിക്കുന്ന ആളാണ്. കുളിച്ചിട്ടില്ല, തലമുടി വെട്ടിയിട്ടില്ല. താൻ ഈ ഭ്രാന്തൻ, വേറൊരു വാക്കതിനകത്ത് പറയാനില്ല, ഒരു ഭ്രാന്തൻ. ആ മനുഷ്യനെ പോലും അന്വേഷിച്ചു വന്ന ദൈവം എൻ്റെ ജീവിതത്തെ അന്വേഷിച്ചു വരികയില്ലെന്ന് ആരാ പറഞ്ഞേ?
നിങ്ങളോട് ആരാ പറഞ്ഞ നിങ്ങളുടെ കുടുംബം തകർന്നിരിക്കുന്നു, നിങ്ങളുടെ കുടുംബം ഭാവി നഷ്ടപ്പെട്ടിരിക്കുന്നു, രോഗമായിട്ടിരിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നു ഈ വന്ന ദൈവം എൻ്റെ ജീവിതത്തിലും എൻ്റെ തകർന്ന അവസ്ഥയെ അന്വേഷിച്ചിറങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ഇത് വളരെ പ്രസംഗമല്ല കേട്ടോ, ഇത് പ്രഭാഷണമല്ല, ശരിക്കും ഒരു കാണേണ്ട കാര്യമാണ്. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ വലിയ ആളും പണവും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പോവുള്ളൂ. നല്ല പേരും പ്രശസ്തിയും നല്ല കാറയിലൊക്കെ വന്നാൽ നമ്മളൊക്കെ ചെന്ന് എൻ്റെ ചിറ്റപ്പൻ്റെ മോനാ, എൻ്റെ പെങ്ങടെ കൊച്ച എന്നൊക്കെ പറയുള്ളൂ. ഭ്രാന്തനായ ഒരു മനുഷ്യനെ നോക്കിയിട്ട് പറയുമോ ഞങ്ങളുടെ അങ്ങ് വകയുടെ അങ്ങനത്തെ ഒരു ബന്ധമുണ്ടെന്ന് പറയണു? അറിയില്ല. നമ്മളാരും നമ്മുടെയാന്ന് പറയല. ഇവിടെ ഒരു ദൈവം വരുവാണ് അന്വേഷിച്ച്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഓരോരുത്തരുടെ അടുത്ത് ഒന്ന് പറയാം, നിങ്ങളെ ദൈവം തള്ളിക്കളയില്ല, ഉപേക്ഷിക്കില്ല, അന്വേഷിച്ചു വരും. അടുത്ത വാക്യം നോക്കൂ, അടുത്ത വാക്യം. പലപ്പോഴും ഭീകരൻ കാരണം ചെങ്ങല വലിച്ചു പൊട്ടിക്കണമെങ്കിൽ നോർമൽ ശക്തി പോരാ. ഒരു കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്ന ഒരു നല്ല കയറ് പോലും വലിച്ചു പൊട്ടിച്ചാൽ കൈ വേദനിക്കും. അപ്പോഴാണോ ചെങ്ങല ഭയങ്കര ശക്തി. അതുകൊണ്ട് ഇവൻ്റെ 7 അയൽവക്കത്ത് ഒരു മനുഷ്യൻ അടുക്കുകയില്ല, ഒരുത്തനും ഇവന് പേടിച്ചിട്ട് പോവുകയില്ല. അങ്ങനെയുള്ള അത്രയും ശക്തിയുള്ള ഒരുത്തൻ. അവിടെ അടുത്ത വാക്കൊന്ന് വായിച്ചേ, അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അവിടെ ഇങ്ങനെ ഒരു മലയാള വാക്ക് അതിനകത്തുണ്ടോ എന്ന് ഗൗരവത്തോടെ നോക്കിക്കേ. ആർക്കും എന്നൊരു വാക്കുണ്ടോ നോക്കിക്കേ. എൻ്റെ ബൈബിളുണ്ട്, നിങ്ങളുടെ ബൈബിളുണ്ടോ നോക്കിക്കേ. ഉണ്ട്. അതെന്തിനാ അങ്ങനെ എഴുതിയിരിക്കുന്നത്? പലരും ശ്രമിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇവനെ ഒന്ന് രക്ഷപ്പെടുത്താൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. അതാ എഴുതിയിരിക്കുന്നത്. ആർക്കും കഴിഞ്ഞിരുന്നില്ല. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ മനുഷ്യൻ്റെ ജീവിതമാണിത്. ഇതൊരു പക്ഷേ എൻ്റെ കുടുംബ സാഹചര്യമായിരിക്കും, എൻ്റെ മക്കളുടെ ഭാവിയായിരിക്കും, എൻ്റെ ആരോഗ്യമായിരിക്കും, എൻ്റെ വിദ്യാഭ്യാസമായിരിക്കും, എൻ്റെ കുടുംബജീവിതമായിരിക്കും, എൻ്റെ ശുശ്രൂഷയായിരിക്കും. എന്തു ചെയ്തിട്ടും അതിൽ നിന്ന് കയറാൻ പറ്റുന്നില്ല. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വിശ്വസിച്ച് നേറ്റെടുക്കണം. ദൈവത്തിന് നിന്റെ ജീവിതത്തെ പുതുക്കി പണിയാനും അത് ക്രമത്തിൽ കൊണ്ടുവരാനും അത് അനുഗ്രഹമാക്കാനും അത് അത്ഭുതമാക്കാനും ദൈവത്തിന് സാധ്യമാണ്. സാധ്യമാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും മടുത്ത് പിന്മാറിയ വിഷയം. അങ്ങനെ എന്തെങ്കിലും വിഷയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ചിലപ്പോൾ പ്രാർത്ഥിക്കും, എൻ്റെ സാമ്പത്തികമോ ഇനി അതൊന്നും ശരിയാകുകയില്ലെന്നേ, എൻ്റെ ഭാവിയോ എവിടെ ശരിയാകാൻ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമോ അതൊന്നും എനിക്ക് പ്രതീക്ഷയില്ല, എൻ്റെ ജീവിത പങ്കാളിയുടെ മാറ്റം അതൊന്നും ശരിയാകില്ല, എൻ്റെ സ്ഥലം ഒന്ന് വിൽക്കാൻ വേണ്ടി 10-15 വർഷമായി, അതൊന്നും ശരിയാകില്ല. ആർക്കും കഴിയാത്തത് ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ സാധ്യം. ഇത് ക്യാമറയ്ക്കകത്തൂടെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഇരുന്ന് കാണുന്നുണ്ടാവും, എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടാവും. നിൻ്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, പാർട്ടിക്കാർക്ക്, പള്ളി കമ്മിറ്റിക്ക്, അല്ലെങ്കിൽ ആ ആൾക്കാർക്ക്, ഈ ആൾക്കാർക്ക്, കൗൺസിലേഴ്സിന് ഒന്നും പറ്റിയില്ലേലും ദൈവത്തിന് നിന്നെ പുതുക്കി പണിയാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചു വായിച്ചു. 5-ാമത്തെ വാക്യം. രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. എത്ര നേരം? രാത്രിയും പകലും പുള്ളി അവിടെ തന്നെയാണ് കിടപ്പും, എല്ലാ പരിപാടിയും അവിടെ തന്നെ, രാത്രിയും പകലും. അടുത്ത വാക്യം. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ പിടിച്ചു കെട്ടി അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആശുപത്രിയിലോ കൊണ്ടുപോയി ആക്കി സെല്ലിനകത്ത് അടച്ചു പൂട്ടും, അല്ലെങ്കിൽ മയക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനം ഇഞ്ചക്റ്റും ചെയ്ത് ഇയാളെ ഉറക്കും. കാരണം അത്ര ശല്യമാണ്. ഉറക്ക കാറും അലറും സ്വന്തം ശരീരത്തെ അടിച്ചു ചതയ്ക്കും. ഇത്രയും തകർന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇത്രയും തകർന്ന ആരെയെങ്കിലും നിങ്ങൾക്ക് വല്ല പരിചയമുണ്ടോ? ഈ പഞ്ചായത്തിൽ കാണിയല്ല ഇത്രയും തകർന്ന ഒരുത്തൻ, നമ്മുടെ ജില്ലയെ കാണില്ല ചിലപ്പോൾ. ഇത്രയും തകർന്ന ഒരുത്തൻ ചിലപ്പോൾ ജില്ലയിൽ പോലും ചിലപ്പോൾ കാണിയല്ല. എന്തായാലും നമ്മുടെ കുടുംബത്തിലോ പരിചയത്തിലോ പഞ്ചായത്തിലോ നമ്മുടെ ഒന്നും ഇല്ല. പക്ഷേ അതിനേക്കാളൊക്കെ തകർന്ന ഒരു മനുഷ്യനായത്. ഇനി ഇത് വായിച്ച് അവസാനിപ്പിക്കുന്നറിയാമോ? ദൈവം എങ്ങനെയാണ് ഈ മനുഷ്യനെ അത്ഭുതമാക്കിയെന്നൊന്ന് പറയാൻ പോവുകയാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അടുത്ത വാക്യം.
അടുത്ത വാക്യം, 6-ാമത്തെ വാക്യം, അകലെ വെച്ച് തന്നെ അകലെ വച്ചു തന്നെ അവൻ യേശുവിനെ കണ്ട്. അതാണ് ടേണിംഗ് പോയിന്റ്. യേശുവിനെ കണ്ടിട്ട് ഇവൻ ഒരൊറ്റ ഓട്ടോ അപ്പുറത്തെ മലയെ കൂടെ കയറി അപ്പുറത്തെ തോട്ടിലോട്ട് ചാടി അപ്പുറത്തെ മലയ്ക്ക് കയറി പോയെന്നല്ല. ഇവൻ യേശുവിനെ കണ്ടപ്പോൾ ആള് തകർന്നിരിക്കുന്നവനാണേലും എങ്ങോട്ടാ ഓടിയത്? യേശുവിൻ്റെ അടുത്തേക്ക്. ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കിക്കേ. തകർന്ന് തരിപ്പണമായ ഒരുത്തൻ യേശുവിനെ കണ്ടിട്ട് എന്നാന്ന് പറഞ്ഞാലും, പിശാച് ബാധിതൻ ഭ്രാന്തനാന്ന് പറഞ്ഞാലും, ഇവൻ ഒരു സൺഡേ സ്കൂളിലും മതബോധനവും ധ്യാനവും കൂടിയിട്ടില്ല എന്ന് അറിഞ്ഞാലും ഇവൻ എങ്ങോട്ടാ ഓടിയേ? ഇവൻ ഇതൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ച് എല്ലാ കോഴ്സും പഠിച്ച് പ്രാർത്ഥിച്ച് ഇനി വലിയ ബിരുദാനന്തര ബിരുദമെടുത്ത പലർക്കും അറിയാവോ ഇങ്ങനെ ഓടാൻ? ഇതിനേക്കാൾ പഠിപ്പുള്ളവർക്ക് ഇതുപോലെ ഓടാൻ കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ ഇന്നും ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. വലിയ ബിടെക് എംടെക് ഉള്ളവർക്ക് അറിയത്തില്ല ഇങ്ങനെ ഓടാൻ. ഈ മനുഷ്യൻ ഓടി. എങ്ങോട്ടോടി? ഇത് നിങ്ങൾ നോക്കിക്കോ. ഇതാണ് അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഓട്ടം. അതാണ് അവൻ്റെ ജീവിതമാകാൻ കാരണമായ ഓട്ടം. അതാണ് അവൻ യേശുവിൻ്റെ അടുത്തേക്ക് ഓടി.